രഘുരാമചരിതത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. 66 സദ്ഗുണങ്ങൾ നാരദൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു. വാൽമീകി അത് കേട്ടു, ശ്രദ്ധയോടെ കേട്ടു. കാരണം വാൽമീകിക്ക് ഒരു വലിയ കഴിവുള്ളത് വാൽമീകി ഏകപാഠിയാണ് എന്നുള്ളതാണ്. കേട്ട കാര്യങ്ങൾ അത്രയും ശ്രീരാമചന്ദ്രന്റെ ജനനം മുതൽ അദ്ദേഹം രാജ്യം ഭരിക്കുന്നത് വരെയും സംഭവ ബഹുലമായ ആ ജീവിതം മുഴുവൻ ഹൃദിസ്ഥമാക്കി, ഹൃദയം കൊണ്ട് കേട്ടു. ബുദ്ധി മാത്രമല്ല, തന്റെ മനസ്സിൽ ഓരോന്നും അദ്ദേഹം അതങ്ങനെ കേട്ടുറപ്പിച്ചു വെച്ചു. ഏകപാഠിയാണ്. ഒരു കാര്യം ഒരിക്കൽ കേട്ടാൽ അത് ഗ്രഹിക്കാനും ഗ്രഹിച്ചത് ധരിക്കാനുമുള്ള വാൽമീകി മാമുനിയുടെ ആ കഴിവിനെ നാം മനസ്സിലാക്കണം. നമ്മളിൽ ആ കഴിവ് വർദ്ധിപ്പിക്കാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കണം. നമ്മുടെ മക്കളെല്ലാം ഏകപാഠികളാണോ, ദ്വിപാഠികളാണോ, ത്രിപാഠികളാണോ എന്നൊക്കെ ചിന്തിക്കണം നമ്മൾ. കുഞ്ഞുങ്ങളുടെ ഈ സ്വഭാവ ഗുണത്തിനനുസരിച്ച് ചില കുഞ്ഞുങ്ങളോട് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. ചേട്ടൻ അത് ചെയ്തല്ലോ, നീ എന്താ ചെയ്യാത്തത് എന്ന് അനിയനോട് പറയുമ്പോൾ അവൻ ഏകപാഠിയാണോ? അവന്റെ കഴിവുകളും കഴിവില്ലായ്മയും ഒക്കെ മനസ്സിലാക്കി ഈ കഴിവില്ലായ്മയെ നിരന്തരമായ പരിശ്രമത്തിലൂടെ വളർത്തിയെടുത്ത് ഈ കുഞ്ഞിൽ ആ മഹിമ സൃഷ്ടിക്കാനുള്ള പരിശ്രമം വീടാകുന്ന വിദ്യാലയത്തിൽ ഉണ്ടാകണം. കുഞ്ഞുങ്ങൾ കേൾക്കെ, നീ കഴിവില്ലാത്തവനാണ്, നിന്നെ ഒന്നിനും കൊള്ളില്ല, എത്ര പ്രാവശ്യം പറഞ്ഞാലും മനസ്സിലാകില്ല, ഇങ്ങനെയുള്ള വാക്കുകൾക്ക് പകരം ആ കുഞ്ഞിന്റെ സ്വഭാവം മനസ്സിലാക്കി അവനോട് നിരാശയില്ലാതെ, ഒട്ടും നിരാശയില്ലാതെ നാം പറയുക. അത് ജീവിതത്തിന്റെ ഭാഗമാക്കാൻ അച്ഛനമ്മമാർ, അധ്യാപകർ ഒന്ന് മനസ്സ് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അതിമനോഹരമായി ഈ ലോകത്ത് താന്താങ്ങളുടെ കർത്തവ്യങ്ങൾ ചെയ്തു വിജയിക്കുന്നവരാകും. അവർക്ക് വേണ്ടത് അവരെ മനസ്സിലാക്കുന്ന ഒരാളെ മാത്രമാണ്. ബുദ്ധിയുടെ തലത്തിലല്ല, ഹൃദയത്തിന്റെ തലത്തിൽ അവരോട് ചേർന്നിരിക്കുന്ന വ്യക്തിത്വങ്ങളെ അവർക്ക് ആവശ്യമുണ്ട്. പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു കാലത്ത് വാൽമീകിയുടെ ഗുണമഹിമയാണ് ഏകപാഠിയാണ്. കേട്ടതെല്ലാം അദ്ദേഹം ശ്രദ്ധിച്ചു. മാത്രമല്ല, ഈ കാര്യങ്ങൾ ഒന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 66 സദ്ഗുണങ്ങളെല്ലാം അതിൽ ദൈവിക ഗുണങ്ങളാണ് അധികവുമുള്ളത്. ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ ദേവഗുണങ്ങളെ വർദ്ധിപ്പിക്കണം. ഇത് രാമായണത്തിൽ മാത്രമല്ല, മഹാഭാരതത്തിൽ പ്രത്യേകിച്ചും ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ ഈ ദൈവിക ഗുണങ്ങളെ ചെറിയ പേരിന്റെ മാറ്റത്തോടുകൂടി എന്നാൽ സത്ത വിട്ടുപോകാത്ത തരത്തിൽ 3 ഇടങ്ങളിൽ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ സ്ഥിതപ്രജ്ഞ ലക്ഷണം പറയുന്ന കൂട്ടത്തിൽ ഒരു സ്ഥിതപ്രജ്ഞൻ എങ്ങനെയായിരിക്കണം, അതിൽ പറയുന്ന ഗുണങ്ങളെല്ലാം നമ്മളൊന്ന് എടുത്തു നോക്കൂ. അതെല്ലാം രാമന്റെ ജീവിതത്തിൽ പറഞ്ഞ ഈ 66 നമുക്ക് ചേർത്തു വയ്ക്കാം. അതേ ശ്രീകൃഷ്ണൻ ഭക്തലക്ഷണം പറയുന്നുണ്ട്. ഈ ഭക്തലക്ഷണവും നമുക്ക് രാമന്റെ ഗുണങ്ങളിൽ ചേർത്ത് വയ്ക്കാം. ദൈവാസുര സ്വഭാവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ദൈവിക ഗുണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ആ ഗുണങ്ങളെയും നമ്മളൊന്ന് എഴുതി നോക്കൂ. എല്ലാം ഈ 66 സദ്ഗുണങ്ങളിലുണ്ട്. അപ്പോൾ 66 സദ്ഗുണങ്ങളിൽ ദൈവിക ഗുണങ്ങളെ വർദ്ധിപ്പിക്കുവാൻ കൂടി നമ്മൾ പരിശ്രമിക്കുമ്പോഴാണ് രാമന്റെ ആ 66 സദ്ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലൊക്കെ സഹായകരമാകുന്നത്. ഇതുകൂടി ഒന്ന് മനസ്സിൽ വെച്ച് വേണം നാം ഇനിയുള്ള രാമായണ ക്ലാസുകൾ കേൾക്കാനും രാമായണ പഠനം നടത്തുവാനും. അതിന് നമുക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.